കേൾക്കുന്നത്. ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു, പൂർവ്വ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലുള്ള ഓരോ പ്രവർത്തനങ്ങളുടെ മികവ് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, VP ഓറൽ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചൊക്ലി സബ് ജില്ലയിൽ തന്നെ 13 വർഷക്കാലമായി 100% കരസ്ഥമാക്കിയ ഏക വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. മാത്രമല്ല, ഒരു വലിയ മെഗാ അലൂമിനി സംഘടിപ്പിച്ച ചൊക്ലി സബ് ജില്ലയിലെ ആദ്യത്തെ വിദ്യാലയം നമ്മുടേതാണ്. മൂന്നാമതോടുകൂടി ഒരു തൂവൽ ചിഹ്നം കൂടി വന്നിരിക്കുകയാണ്. ചൊക്ലി സബ് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ക്ലാസ് റൂം നമ്മുടെ സ്കൂളായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. അതോടൊപ്പം ഞാൻ ഓർക്കുകയാണ്, ഞാൻ സർവീസിലുള്ള സമയത്ത് 2001 ആദ്യത്തെ ഒരേ ഒരു കമ്പ്യൂട്ടർ ഈ സ്കൂളിൽ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ DD രാജു സാറായിരുന്നു ഉദ്ഘാടന കർമ്മത്തിൽ വെച്ചത്. ഇന്ന് നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം തന്നെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനായി മാറിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കട്ടെ. കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായനയും അതോടൊപ്പം തന്നെ നമ്മുടെ ലോകവുമെല്ലാം ഡിജിറ്റലൈസേഷൻ എന്ന ഒരു ഫോർമുലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ സഹായത്തോടുകൂടി നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു വികാസം നമ്മുടെ സ്കൂളിന് സമ്മാനിക്കണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ നടത്തി, വളരെ ഗംഭീരമായി നടത്തി പിരിഞ്ഞു പോകുന്നതിലപ്പുറം നമ്മുടെ സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്ത് നമ്മൾ പറയുന്നതിനേക്കാൾ കാണുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് കാണുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥ നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ നമ്മളെ കുട്ടികളിലെ മനസ്സിലേക്ക്
തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലേക്ക് കുട്ടികളുടെ മനസ്സും അതോടൊപ്പം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഞാൻ ഇവിടെ 2020 പഞ്ചായത്ത് പ്രസിഡന്റായി ഇവിടെ അധികാരമേറ്റതിന് ശേഷം സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ചേരാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓറിയന്റൽ സ്കൂളിൻ്റെ അലൂമിനി ഗ്രൂപ്പ്, അതായത് പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളത് തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ മനസ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിനെ, അതായത് നമ്മൾ പഠിച്ച സ്കൂളിനെ, നമ്മൾ പഠിപ്പിച്ച സ്കൂളിനെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി സാധിക്കും, എങ്ങനെയൊക്കെ ഉപജില്ലയിലെ അല്ലെങ്കിൽ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വൈഡായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്കൂളിനെ സ്നേഹിക്കുന്ന മനസ്സ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരുപാട് എനിക്ക് തന്നെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മാത്രത്തിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നമ്മുടെയൊക്കെ ഉള്ളത്, എൻ്റെയൊക്കെ ഉള്ളത്. പക്ഷെ അതിലുപരി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്കൂളിന് അകത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, എങ്ങനെയൊക്കെ അത് ഫലപ്രദമായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് നിരന്തരം, അതായത് ഒരു ദിവസം മാത്രമല്ല ചിന്തിക്കുന്നത്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ മുതൽ ഈ കാലഘട്ടം വരെ അത് സ്കൂളിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു ടീമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഏറെ അഭിമാനകരമായിട്ടുള്ള ഈ സന്തോഷ നിമിത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ പഠിച്ച് നമ്മെ ആക്കിയ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട കുഞ്ഞുമൂസ മാസ്റ്ററും അതേപോലെ തന്നെ അദ്ദേഹത്തോട് സഹകരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഒരേ മനസ്സോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി ഈ സ്കൂളിന്റെ വിശാലമായ വികസനത്തിന് വേണ്ടി, വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ സ്കൂൾ പിറകോട്ട് പോകാതെ മുമ്പോട്ട് പോകണം, നമുക്ക് ആദ്യാക്ഷരം കുറിക്കുകയും നമ്മെ നമ്മളാക്കി മാറ്റിയ ഈ സ്കൂളിന്റെ തിരുമുറ്റത്ത് ഒരു വട്ടമല്ല പലവട്ടം നിങ്ങൾ എത്തിച്ചേരുകയും വിവിധ ഇനം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത്തരം പരിപാടികളിൽ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കിവിടെ വന്നു ചേരാനും അത് സാധ്യമായിട്ടുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുകയാണ്. പക്ഷേ ഒരുപാട് PTA-മാരെയും ഒരുപാട് പരിപാടികൾ MLA എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തതാണ്. അത് ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പങ്കെടുക്കാൻ സാധ്യമായപ്പോൾ ഈ സ്കൂളിന്റെ PTA ഭാരവാഹികൾ മെഗാ അലുമിനി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് അത് ശരിക്കും യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം ബോർഡുകളിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ഒരു ആത്മബന്ധം പുലർത്തിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ വികസനത്തിനും അതിൻ്റെതായ ഭംഗിയും ചാരുതയും നൽകിക്കൊണ്ട് വികസനത്തിലേക്ക് കുതിക്കണം. നമുക്ക് നമ്മുടെ സമൂഹമാണ്, നമുക്ക് നമ്മുടെ കുട്ടികളാണ് വലുത്, അതിനപ്പുറത്ത് നമുക്ക് സ്കൂളും എന്ന നിലയിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഈ മെഗാ അലുമിനിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ മെഗാ അലുമിനി വിവിധ ഇനത്തിലുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിപാടികളൊക്കെ തന്നെ ഹൃദയപൂർവ്വം ഇവിടെ വന്നെത്തുവാനും എന്റെ കൂടെ പഠിച്ച ആളുകൾ, നമ്മുടെ പൂർവികരായി പഠിച്ച അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കാണാനും ആ പരിപാടിയിൽ സംബന്ധിക്കാനും പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ വരാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു മെഗാ അലുമിനി എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി ഓറിയന്റൽ സ്കൂളിലെ ഈ കമ്മിറ്റിക്ക് സാധ്യമായത് സംഘാടക മികവ് കൊണ്ട് ഏറെ പരിചയസമ്പന്നമായ ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള പരിപാടികൾ ഏറെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ മികവുറ്റ് നിൽക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് ഇന്ന് ഡിജിറ്റലൈസേഷനായി ഇന്ന് ഈ സ്കൂളിൽ നിന്ന് ഇവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ മികവോടെ, നിങ്ങളുടെ കഴിവോടെ എനിക്ക് സാധ്യമായതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്, ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്. നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കോളേജുകളിലും സ്കൂളുകളിലും
പഠന രീതിയിലും പഠനക്രമത്തിലും ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായി ഈ അലൂമിനി കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമായതാണ് മറ്റൊരു ചരിത്രപരമായ കാര്യം എന്ന് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സാധാരണ PTA ഭാരവാഹികൾ അല്ലെങ്കിൽ അലൂമിനി ഭാരവാഹികൾ ഒന്ന് രണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു അലൂമിനി അല്ല ഓറിയന്റൽ സ്കൂളിലെ അലൂമിനി എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഭാവിയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നൂതനമായ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനും, നേരത്തെ ഇവിടെ രമ്യ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടറിയുന്നതും കാണുന്നതും രണ്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ 3 മണിക്കൂർ സുദീർഘമായി നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ കണ്ടാൽ ആ സിനിമയുടെ ആരംഭം മുതൽ അവസാനം വരെ ആ കഥ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അത് ഡിജിറ്റലൈസ് ആയതുകൊണ്ട് മാത്രമാണ്. 3 മണിക്കൂർ ഒരു ക്ലാസ്സിലെ ടീച്ചർ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ കാണാതെ പറയാതെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതാണ് വിഷ്വലൈസും അതേപോലെ തന്നെ നമ്മുടെ വെർബലുമായിട്ടുള്ള വ്യത്യാസം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോഴേ ഇന്ത്യയിൽ ഹൈദരാബാദിൽ MLA-മാർക്ക് പങ്കെടുക്കുവാനും കാണുവാനുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് MLA-മാർ പോണ്ടിച്ചേരിയിൽ നിന്നും ആ സ്കൂളിലെത്തിയപ്പോഴേ സ്കൂൾ ബസ്, സ്കൂളിലെ പെയിന്റ്, ക്ലാസ് റൂം ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു സ്കൂളും പുസ്തകമില്ലാതെ വെറും പെൻഡ്രൈവിൽ മാത്രം ക്ലാസ് റൂമിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെയാണ് അവിടെ കാണാൻ സാധിച്ചത് എന്ന് ഞാൻ നിങ്ങളുമായി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് വരുന്ന തലമുറ ചിലപ്പോൾ ഇനി ഈ തരത്തിലുള്ള പെൻഡ്രൈവുമായി മാത്രം ക്ലാസ്സുകളിലേക്ക് കടന്നു വരികയും ക്ലാസിന്റെ ടേബിൾ ആയാലും ബ്ലാക്ക് ബോർഡ് ആയാലും ഒക്കെ ബാത്റൂമിന്റെ ടേബിൾ ആയാലും ഒക്കെ പെൻഡ്രൈവ് വെക്കുന്ന സ്ഥലത്ത് ഡെസ്ക്ടോപ്പ് തെളിയുന്ന ഒരവസ്ഥയാണ് ഹൈദരാബാദിലെ സ്കൂളിൽ കാണാൻ എനിക്ക് സാധ്യമായിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു സ്കൂൾ ഗോവയിലും ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തോട് അനുസൃതമായി യോജിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയില്ലെങ്കിൽ ഇവർ അക്ഷരം ഇല്ലാത്ത ആളുകളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പുറന്തള്ളിപ്പോകും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ പോളിസിയുടെ ഭാഗമായി ഈ തരത്തിലുള്ള ആധുനിക സംവിധാനം ഒരുക്കിയ എല്ലാ ആളുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. രാജ്യത്ത് പുതിയ പുതിയ സംവിധാനം ഉണ്ടാകുമ്പോൾ അധ്യാപകർക്കും അത് ഏറെ ഗുണകരമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു തട്ട് എന്ന പോലെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റാവുന്ന ഏറ്റവും വിശദമായ ഒരു മേഖലയാണ് ഡിജിറ്റലൈസേഷൻ. ഏതായാലും ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ചൊക്ലി വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ ആദ്യമായാണ് ഈ വിദ്യാലയത്തിൽ അത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർത്തും ഇതിനു വേണ്ടി ശ്രമിച്ച ഈ കമ്മിറ്റിയുടെ ഓരോ ഭാരവാഹികൾക്കും അതിൻ്റെതായ അഭിനന്ദനങ്ങൾ, സന്തോഷം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്തതാണ്. തീർച്ചയായും ഇനി നമുക്ക് ഈ വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കാനും അതുവഴി നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ അച്ഛനമ്മമാർക്ക് നല്ല മാതൃകയായ നല്ല സ്വഭാവശുദ്ധിയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രക്ഷിതാക്കളെ, അതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ സംഭാവന നൽകാൻ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കാവുന്ന രീതിയിലുള്ള പഠനക്രമങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിലെയും സ്കൂളിലെ അധ്യാപകരെയും എന്നും വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയും സ്കൂളിലെ ആ കാലഘട്ടം മനസ്സിൽ വളരെ പവിത്രമായ ഓർമ്മയായി മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെ ആദരപൂർവ്വം ഈ ഒരു സദസ്സിനെ എന്റെ മനസ്സിലുണ്ടാവും. ഈ പരിപാടിക്ക് വേണ്ടി, പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ചെയർമാൻ കുഞ്ഞമ്മൂസ മാസ്റ്ററും അദ്ദേഹത്തോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും സമ്മതത്തോടുകൂടി, നിങ്ങളേവരുടെയും സഹായത്തോടുകൂടി ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്. നാടിന്റെ കിടാവിളക്കായി മാറി ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യാപകരെ വളരെയേറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ സ്കൂള് ഡിജിറ്റലൈസ് ചെയ്ത ഒരു വലിയ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന 10 ഡിജിറ്റൽ TV ആണ് ഇവിടെ സംഭാവന ചെയ്തിരിക്കുന്നത്. നമ്മുടെ അയൽപ്പക്കത്തെല്ലാം നോക്കിയാൽ നമ്മുടെ സബ് ജില്ലയിലെ ചുക്ലി സബ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു ഹൈസ്കൂൾ ഇത്രയേറെ സ്മാർട്ട് ക്ലാസ് ആയിട്ട് മാറുന്നത്. ഏറെ അഭിമാനകരമാണ്. നമ്മുടെ മാനേജറായിരുന്ന കുഞ്ഞിരാം വിദ്യാർത്ഥി തന്നെ ആണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഭാവനയെ കാണുന്നത്. അദ്ദേഹം തന്നെ നിങ്ങളുടെ മുമ്പിൽ ആ കാര്യം അറിയിക്കുകയും ചെയ്തു. ഏതായാലും നമുക്ക് ഇത്രയേറെ സൗഭാഗ്യം സിദ്ധിച്ച ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഭാവിയിലും ഇത്തരം കാര്യങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് നമ്മുടെ സ്കൂളിന്റെ പുരോഗതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നമ്മുടെ വിദ്യാലയം ഇനിയും മേൽ പുരോഗതിയിലേക്ക് മാറട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തോടെ ഈ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അതിൽ ഉള്ള സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണുള്ളത്. മാത്രമല്ല നമ്മുടെ വിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ്റെ ആണെങ്കിലും കൂടെ ആ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇരിക്കട്ടെ, ഇതിൽ ആശംസകൾ അർപ്പിക്കല് ഉപരി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല നിലയിൽ മികവുറ്റ വിദ്യാർത്ഥികളാക്കി മാറ്റാൻ ഈ ഇവിടുത്തെ അധ്യാപകരാണ് ഇനി മുന്നിട്ട് നിൽക്കേണ്ടത്. അധ്യാപകര് കൂടി ഇതിൻ്റെ പിന്നിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നല്ല പറയുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടായാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾ അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ സ്കൂളിനെ ഏറ്റവും മികവുറ്റതാക്കാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടേ വേറെ ആർക്കും ഇതിവിടെ സാധ്യമാവുള്ളൂ എന്നുള്ള ഒരു ചിന്ത, ആ ഒരു മനംമാറ്റം എല്ലാ അധ്യാപകരിലും ഉണ്ടായാൽ തീർച്ചയായും ഇവിടെ ഹയർ സെക്കൻഡറിയും വരും, അതിനപ്പുറവും വരുത്താനും നമുക്ക് കഴിയും. ഇവിടുത്തെ സമ്പന്നമായ പൂർവ്വ വിദ്യാർത്ഥികൾ അതിന് നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും എന്നും തരും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. എൻ്റെ പരിചയത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരു 10% പേരെ പോലും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ നിലയിൽ ഞങ്ങൾക്ക് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കൂള് കഴിഞ്ഞിട്ട് വേറെ ചുക്ലിയിൽ വേറൊരു സ്കൂൾ ഉണ്ടാവുള്ളൂ. ആ നിലയിലേക്ക് ഈ സ്കൂളിനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഇതാണ് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിച്ച് പരിചയമുള്ള ആളല്ല. കർട്ടൻ്റെ പിന്നിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് പ്രവർത്തിക്കുന്ന ഒരു സൗകര്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എങ്കിലും ഈ അവസരം എനിക്ക് വീണ് കിട്ടിയത് അവസാന കാലത്ത് വീണ് കിട്ടിയപ്പോൾ ഇത് അല്പം എങ്ങനെയൊക്കെയോ നിങ്ങളുടെ എല്ലാ പലരുടെയും സഹായത്താണ് ഈ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് അത് അധ്യാപകരുടെ കൈകളിലാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അധ്യാപകർ അതിനെ ഏറ്റവും മികവുറ്റതാക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ള അതാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഈ അലുമിനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പൈസ കൊണ്ട് ആണ് ഞങ്ങളിത് ചെയ്തെങ്കിലും അതിനിടയിൽ അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു സഹോദരനെ ഞാൻ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു വീട്ടുകൂടലിൻ്റെ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ, എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാളൊരു പരിപാടിയുണ്ട്. വേഗം അദ്ദേഹം പറയേണ്ട താമസം ഇതേ മാഷ ഇരിക്കട്ടെ, എൻ്റെ വക ഒരു KC സലീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, AK സലീം എന്നും പറയാറുണ്ട്. ലുലുവിൻ്റെ ആൾ, വിദേശത്തുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് ഒരു TV എന്നോട് എൻ്റെ വക ആയിക്കോട്ടെ ഒരു TV എങ്ങനെയായി അങ്ങനെ അത്ര പോലും സഹകരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ 10 അല്ല 100 TVയും കിട്ടുന്ന കാര്യത്തിലൂടെ ഒരു പ്രയാസം ഇല്ലാത്ത നിലയിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. ശ്രമിക്കാൻ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ശ്രമിക്കുകയാണെങ്കിൽ
ഈ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഇല്ലാതെ നിലയിൽ യോജിച്ചുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുകയും നമ്മളിത് വിജയിപ്പിക്കണം എന്നുള്ള നിലയിൽ ഈ സ്കൂളിൻ്റെ ആ പ്രതാപം വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സമയം അതിക്രമിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് സ്കൂളിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ. അത് നിങ്ങളുടെ അധ്യാപകരുടെ കൈകളിൽ ഞാൻ ഇതിനെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എനിക്കിതിന് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിൽ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നാട്ടുകാരെ, നമുക്കറിയാം ഇന്ന് ഒരു മഹത്തായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. PM ശിവദാസൻ മാസ്റ്ററുടെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഇന്ന് എയിലൂടെ സംസാരിച്ച കുഞ്ഞിരാം വൈദ്യരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയവരാണ്. അന്ന് ഈ വിദ്യാലയം അതിന്റെ പ്രതാപകാലത്ത് തന്നെയായിരുന്നു, നല്ലൊരു പ്രതാപമുള്ള ഒരു കാലം തന്നെയായിരുന്നു. ധാരാളം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഒരു ചെറിയ ഇടവേളയിൽ ഈ വിദ്യാലയത്തിന്റെ പ്രതാപം താഴോട്ട് പോയി എന്നത് ഒരു വസ്തുതയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ ഒരു 1-2 വർഷം കൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ വിദ്യാലയം പറന്നുയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ മേഖലയിലും അത് വികസനത്തിന്റെ, അതൊരു വിജയത്തിന്റെ കുതിപ്പ് പോവുകയാണ്. ഈ കുതിപ്പ് ഇന്ന് മൊയ്തു മാഷ് പറഞ്ഞതുപോലെ ഒരു ടീം സ്പിരിറ്റോയുടെ എടുത്തുകൊണ്ട് HM-ഉം അധ്യാപകരും വിദ്യാർത്ഥികളും PTA-യും ആലുമിനിയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ വിദ്യാലയം, ഇതിന്റെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഏത് പരിപാടി ഇവിടെ നടത്തുമ്പോഴും അത് വിദ്യാലയത്തിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുട്ടികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും. ഈ 2 വർഷം കൊണ്ട് 2-3 ഡിവിഷനോളം വർദ്ധിച്ചു കഴിഞ്ഞു. ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള അറിവ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അത് ശാസ്ത്ര മേഖലയിലായാലും സാമൂഹ്യ ശാസ്ത്ര മേഖലയിലായാലും ഗണിതത്തിലായാലും നമുക്ക് കൃത്യമായിട്ട് ഇത് ക്ലാസ് റൂമിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് വിവരവും സ്പോട്ടിൽ നമുക്ക് ലഭിക്കും. അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മളിവിടെ സാക്ഷ്യം കുറിക്കുന്നു, അല്ലെ സാക്ഷികളാവുന്നു. തിലകമാഷ് പറഞ്ഞതുപോലെ പഴയ പ്രതാപകാലത്ത് 1974 SSLC കഴിഞ്ഞതാണ് ഞാനും തിലകനും നിർമ്മൽ ടീച്ചറും ഒക്കെ. അന്ന് ഇതിന്റെ ഒരു പ്രതാപ കാലഘട്ടമായിരുന്നു. പക്ഷെ പിന്നീട് അതിന് ഒരു ചെറിയ മന്ദിപ്പ് വരികയും വീണ്ടും രമേശ് മാഷിന്റെയൊക്കെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ കുഞ്ഞുമോന് മാഷിന്റെയൊക്കെ സഹകരണത്തോടുകൂടി ആ പഴയ കാലഘട്ടത്തിലേക്ക് വീണ്ടും കുതിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് നിൽക്കുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകളാണ്. വളരെ സാർത്ഥകമായ ഒരു പരിപാടിയാണിത്. ഇത് കേവലം ഒരു ഉപകരണം മാത്രമായി ഇതിനെ കണ്ടുകൂടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സീരിയൽ, ഒരു വീട്ടമ്മക്ക്, സാധാരണ വീട്ടമ്മക്ക് ഇത് സീരിയൽ കാണുന്ന ഉപകരണം മാത്രമാണ്. ഒരു വാർത്ത ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇതൊരു വാർത്ത കാണാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ ഈ ക്ലാസ് റൂമിൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഉപകരണമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നതിനുള്ള, അവരുടെ അറിവ് സമ്പാദനത്തിനുള്ള ഒരു ഉപകരണമായി ഇതിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടത്. ഇതിന്റെ സ്ഥാപക മാനേജറായ VC കുഞ്ഞിരാം വൈദ്യരുടെ ഒരു AI ചിത്രം വെച്ചുകൊണ്ട് അവരുടെ ഒരു സംഭാഷണം കേട്ടുകൊണ്ട് ഇതൊരു കണ്ണു തുറക്കലാണ്. നമ്മുടെ കുട്ടികൾ AI കാലത്ത് ജീവിക്കുന്നവരാണ്. ഞാനൊക്കെ 59 ജനിച്ച് ഇപ്പൊ ജീവിക്കുമ്പോൾ കാളവണ്ടി കണ്ട് കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇപ്പോഴത്തെ AI യുഗത്തിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ആ മാറ്റം ഒരുപാട് കാലഘട്ടം കൊണ്ടുണ്ടായതാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഓരോ സെക്കൻഡിലും വളർച്ചയാണ്. ഓരോ സെക്കൻഡിലും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ടെക്നോളജി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്.
കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും ഇന്ന് ടെക്നോളജിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതും മോശം കാര്യങ്ങൾക്കാവുമ്പോഴാണ് സമൂഹത്തിനെ വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു യുദ്ധക്കൊതിയനായ ഒരാൾ തന്റെ ആ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്റെ ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും വിദൂരത്തിൽ വളരെ 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 അകലെയുള്ള ഒരു രാജ്യത്തെ യോഗം ചേരുന്ന സ്ഥലത്തേക്ക് കൃത്യമായി ബോംബ് വിക്ഷേപിക്കാൻ കഴിയുമെങ്കിൽ ടെക്നോളജി അത്രയും വളർന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ആ ടെക്നോളജിയുടെ ബാലപാഠം പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ സന്നദ്ധമാകണമെന്നാണ് പറയാനുള്ളത്. കാരണം കുട്ടികൾ ഇതൊക്കെ അറിയുന്നവരാണ്. കുട്ടികൾ ഇതൊക്കെ അറിയാം. ആ അറിയുന്ന കുട്ടികളുടെ മുന്നിൽ അറിയാത്ത അധ്യാപകൻ ചെന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ വൈരുദ്ധ്യം, ആ കോൺഫ്ലിക്റ്റ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത് ക്ലാസ് റൂമിനകത്തുള്ള വെറും ഒരു TV, ഒരു കാഴ്ച വസ്തുവായി മാറും. അതിന് ഇടവരാതെ സ്കൂൾ SRGയിലും മറ്റുമൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അത് പെൻഡ്രൈവിലാക്കി കൃത്യമായി പെൻഡ്രൈവിൽ തന്നെയാക്കണം. വൈഫൈയെ അധികം ഉപയോഗപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾക്കൊരു 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് എന്ത് പഠിപ്പിക്കണമോ അത് കാഴ്ചകളുടെ അകമ്പടിയോടുകൂടി കുട്ടികളുടെ മനസ്സിൽ അതിലേക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ അധ്യാപകർ അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുമാഷ അടക്കമുള്ളവരുടെ ഈ എഫേർട്ട്, ഈ ഒരു പ്രയത്നം, ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തത് അത് വൃഥാവിലാകും. അങ്ങനെ വൃഥാവിലാവാതെ ഇനിയും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അലൂമിനിക്ക് എന്തെങ്കിലും സ്കൂളിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുമാറാകത്തക്ക വിധത്തിൽ അധ്യാപകർ ഈ ഉപകരണത്തെ ഒരു നിമിത്തമാക്കി മാറ്റിക്കൊണ്ട് ഇനിയും സ്കൂളിനെ ഉത്തരോത്തരം വളർച്ചയിലെത്തിക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുത്താൻ കഴിയട്ടെ എന്നും അങ്ങനെ കുട്ടികളുടെ സർഗശേഷി വളർത്താൻ അവരുടെ മറ്റ് ഊർജത്തെ ഇതിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ, അതിനൊരു തുടക്കമാവട്ടെ എന്നും അതിൽ പങ്കെടുത്താൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ ആശംസകളും നേരുന്നു. പറയുന്നില്ല, കാരണം സമയം വൈകി. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഗാ അലൂമിനി മീറ്റ് എന്ന നിയോഗത്തിലൂടെ നമ്മുടെ ഈ സ്കൂളിന് ലഭിച്ച ഈ വലിയ സംഭാവന ഡിജിറ്റൽ എന്ന യുഗത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു പാഠമായി അവർക്ക് അവരുടെ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ ലോകവും നമ്മുടെ ജീവിത രീതിയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തോടൊപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട സ്കൂൾ മാറി വരുന്നു എന്നുള്ളത് നമ്മെ സന്തോഷഭരിതരാക്കുകയാണ്. ഈ സ്കൂളിൻ്റെ ഓരോ ഉയർച്ചയിലും നമുക്കുണ്ടാകുന്ന പങ്കും നമ്മുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുമൊക്കെ അതിനെ വലിയ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ സ്കൂളിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ഒരു മെഗാ അലൂമിനി നടത്തി പിരിഞ്ഞു പോകാനല്ല നമ്മൾ പോയത്. നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അലൂമിനിയം പറഞ്ഞപ്പോൾ ഈ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് ഞാനായിരുന്നു. ഈ സ്കൂളിന് നമ്മളെ മുഴുവൻ കുട്ടികൾക്കും ഒരു ഡിജിറ്റൽ ക്ലാസ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു അപേക്ഷ ഞാൻ ആ യോഗത്തിൽ ഓർപ്പിപ്പിക്കപ്പെടുണ്ടായി. ആ തീരുമാനമാണ് ഇന്നിവിടെ പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷിക്കുക. മോഹനനെ DD നമുക്ക് പറഞ്ഞതുപോലെ കേവലം ക്ലാസ് റൂമിൽ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പിരിഞ്ഞു പോകലല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരം ഉണർത്തുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതോട് പിരിഞ്ഞു പോകുകയില്ല. ഈ സ്കൂളിന്റെ എല്ലാ ഉയർച്ചയിലും ഏത് കാര്യങ്ങളിലായാലും അലൂമിനിയം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്താ രമ്യ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രദീപൻ സ്ഥലം പഞ്ചായത്ത് മെമ്പർ, കുഞ്ഞു മുഹമ്മദ് മാഷ്, ദിനേശൻ മഠത്തിൽ, മറ്റുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടുത്തെ അധ്യാപകരെ,
ഇവിടുത്തെ വിദ്യാർത്ഥികളെ. ഞാൻ ഇവിടുന്ന് ഒരു 56 കൊല്ലം മുമ്പാണ് SLC കഴിഞ്ഞിട്ട് പോയത്. അതിനുശേഷം ജീവിതത്തിന്റെ പല വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ടെക്നോളജിക്കലി വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പോൾ ടീച്ചിങ് ലെവല് ഇംപ്രൂവ് ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഈ സ്മാർട്ട് TV. ഈ സ്മാർട്ട് TV വരുന്നതോടുകൂടി ശ്രീ രമേശൻ പറമ്പത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു വിഷ്വലിലൂടെ കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാഴ്ചപ്പാട്. എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർട്ട് പഠിപ്പിക്കുന്ന നേരം ഹാർട്ട് ബീറ്റ് എങ്ങനെയാ വരുന്നതെന്ന് ശരിക്ക് ഒരു മാഷോ ടീച്ചറോ എത്ര പറഞ്ഞാലും അല്ലെ എത്ര ചിത്രം വരച്ചാലും അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു വിഷ്വൽ കൂടി കാണിക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഏട്രിയ എങ്ങനെയാണ് കംപ്രഷൻ വരുന്നത്, വെൻട്രിക്കിൾ എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്ലഡ് ലങ്സിലേക്ക് അയക്കുന്നത്, എങ്ങനെയാണ് ബ്ലഡ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത്, ഇതൊക്കെ വിഷ്വലായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതിന്റെ വിഷ്വൽ ഇമ്പാക്റ്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്മാർട്ട് TV വെക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും അധ്യാപകർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പുറകിൽ കണ്ടമാന എഫേർട്ട് ഉണ്ട്. അതായത് അത്രയധികം അധ്വാനമുണ്ട്. ഒരു നല്ല പവർ പോയിന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പുറകിൽ കണ്ടമാന എഫേർട്ട് ഉണ്ട്. അതിന് അധ്യാപകർ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കുട്ടികൾ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്തിട്ട് സംശയങ്ങൾ തീർക്കണം. അപ്പൊ ക്ലാസ് റൂമിൽ കാണുന്നതോടുകൂടി അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇന്നത്തെ കാലഘട്ടം AI-യുടെ കാലഘട്ടമാണ്, റിമോട്ട് കൺട്രോളിന്റെ കാലഘട്ടമാണ്, ഡ്രോണിന്റെ കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മളും വളർന്നേ തീരുള്ളൂ. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ, ഇന്നത്തെ കറണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. ഈ ഫെസിലിറ്റീസ് ശരിക്കും ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഈ സ്കൂള് ചേരാൻ കാരണം എൻ്റെ പിതാവാണ്. ഞാൻ കൊളവല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നമുക്ക് ചൊക്ലി ഓറിയന്റൽ സ്കൂൾ പഠിക്കാം. അങ്ങനെ ഇവിടെ 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വന്നു ചേർന്നു. അങ്ങനെ SSLC കഴിഞ്ഞ് ഇവിടെ ഷഫീഖിന്റെയും അബ്ദുറഹ്മാന്റെയും ഒക്കെ ബാച്ചിൽ പിന്നെ ഇവിടുന്ന് SSLC കഴിഞ്ഞ് പോയതാണ്. പിന്നീട് പഠിച്ച് ഒരു അധ്യാപകനായി മാറി, റിട്ടയർഡായി. എൻ്റെ മേൽ അധികാരിയായിരുന്നു ദിനേശൻ മർത്തൽ സാറ് അന്ന്. ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ, കടവത്തൂർ സ്കൂളിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്കൊന്നും പഠിക്കുന്ന കാലത്ത് ഇല്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, നമ്മള് ഈ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ എടുക്കാൻ സമയം വേണ്ട ക്ലാസ്സുകൾ വളരെ ചുരുങ്ങിയ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കൊണ്ട് വളരെ നല്ല നിലയിൽ കുട്ടികളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നതാണ് എന്റെ ജീവിതകാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനൊന്നും ഇന്നത്തെ ഈ സംവിധാനമൊന്നും അനുഭവിച്ച ആളല്ല. സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നേർക്കുനേരെ കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളൊക്കെ ക്ലാസ് എടുത്തത്. നേരെ മറിച്ച് ഇന്ന് അതല്ല. അതൊക്കെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണിച്ചുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അത് വളരെ ഉപകാരമായി മാറുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നിങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മറ്റ് പല സ്കൂളുകളിലും ഇത്തരം സംവിധാനങ്ങളൊക്കെ മുന്നേ ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി ഈ സ്കൂളിന് ഇനി നമുക്ക് വേണ്ടത് ഒരു ഹയർ സെക്കൻഡറി ആയിട്ട് ഈ സ്കൂൾ ഉയർത്തുക എന്നുള്ളതാണ്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ട്. അവരൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് ഇവിടെ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന്
അന്വേഷിച്ച് അറിയുകയും അതിവിടെ നടപ്പിലാക്കുകയും ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ടും ഇനിയും ഞങ്ങളുടെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന വാക്ക് തന്നുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു മെഗാ അലുമിനി നമ്മുടെ സ്കൂളിന്റെ ഭാഗമാക്കാൻ രമേശ് മാഷോടൊപ്പം കൂടി പ്രവർത്തിച്ച് പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ്. മാത്രവുമല്ല, നമ്മുടെ സ്കൂൾ ഇന്നെത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ഉപകരണം കൊണ്ടാണോ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് അത്രത്തോളം ഡിജിറ്റൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഉപകരണങ്ങളാണ് നമ്മുടെ ഓരോ ക്ലാസ് റൂമിലേക്കും അലുമിനി നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അലുമിനിയോടുള്ള അതിന്റെ ഭാരവാഹികളോടുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പഠിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിർവഹിക്കാൻ മാത്രം കഴിവും പ്രാപ്തിയും വിഷയമുള്ള വലിയൊരു കൂട്ടായ്മയാണ് നമ്മുടെ മെഗാലിനെ. ഇത്തരത്തിൽ തന്നെ ഈ മെഗാ അലുമിനിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് സ്കൂളിന്റെ നമ്മുടെ നേരത്തെ ആണെങ്കിലും നമുക്ക് നീരാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ പഴയ പ്രതാപത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂളിൽ മാറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് മെഗാ അലുമിനി ടീമിന് എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി കൃത്യമായ വിഷനോടുകൂടി ആർജവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു അലൂമിനി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും അവർക്ക് നൽകുന്ന പ്രചോദനവും ഒട്ടും ചെറുതല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് ഇനി കൊടുക്കുന്ന അവസരങ്ങൾ അവരുടെ ഏറ്റവും ഉയർന്ന മികവാർന്ന പഠന അവസരങ്ങൾ നമ്മൾ അധ്യാപകർ അവർക്ക് കൊടുക്കും. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും കൊടുക്കാൻ ഇത്ര ശക്തിയോടെ നിൽക്കുന്ന അലൂമിനി വളരെയധികം സന്തോഷം തോന്നുന്നു. ഒരുപാടൊന്നും സംസാരിക്കാൻ അറിയില്ല. PTA പ്രസിഡന്റ് എന്ന നിലയിൽ അലൂമിനിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇനിയും ഒരുപാട് സഹായിക്കുമെന്ന് തന്നെ അറിയിച്ച അവരോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് ശ്രീ വിജിന, സയന്റിസ്റ്റ് കെ രാജൻ സർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, ഏറെ സന്തോഷപൂർവ്വമാണ് നമ്മൾ ഇന്ന് ദിവസം ആഘോഷിക്കുന്നത്. ചൊക്ലി സബ് ജില്ലയിലെ മറ്റൊരു സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പല ആൾക്കാരും പല മീറ്റിംഗിൽ പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെയധികം സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവം മുതലാണ് നമ്മൾ ഈ കൂട്ടായ്മ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയത്. അന്നു മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. എപ്പോഴും എല്ലാ സമയത്തും ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ശ്രമിച്ചിട്ടുള്ളത്. അത് ഇനി അങ്ങോട്ടും തുടരുന്നതായിരിക്കും. ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ ചേർത്ത് നിർത്തുന്നത് രാഷ്ട്രീയം നോക്കിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് നിർത്തണം എന്നത് മാത്രമാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ അബൂബക്കർ സാർ ഒരു ക്ലാസ് റൂം മുഴുവനായിട്ട് സ്മാർട്ട് ക്ലാസ് റൂം ആക്കി തരുമെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മള് അനുവാദം മാനേജറുടെ അടുത്ത് നിന്ന് അനുവാദം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച് ഇപ്പോൾ ആ സമ്മതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എമൗണ്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കുമെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ
പങ്കെടുത്ത അവർക്ക് നന്ദി അർപ്പിക്കുന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ രമേശ് പറമ്പത്ത് അവരുടെ സ്കൂളിന്റെ പേരിലും ഈ അലുമിനി കൂട്ടായ്മയുടെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെമ്മി ടീച്ചർ നമ്മുടെ സ്കൂളിലെ PTA പ്രതിനിധിയായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മോടൊപ്പം സഹകരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തെയും സ്കൂളിന്റെ പേരിലും ഈ അലുമിനി കൂട്ടായ്മയുടെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വേദിയിലുള്ള എല്ലാവരെയും പേര് പറയാതെ സമയം പോയാണ് എല്ലാവർക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്കൂളിന്റെ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ച് നിർത്തുന്നു.